നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത പരിപാടിക്കിടെ വെടിവയ്പുണ്ടായത് അമേരിക്കൻ സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസിൻ്റെ അത്താഴ വിരുന്നിനിടെയാണ് അക്രമി വെടിവെച്ചത്. ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം ആ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടക്കമുള്ള മറ്റ് കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം JD വാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാബിനറ്റ് അംഗങ്ങളുണ്ടായിരുന്നു. നിരവധി VVIPകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടന്നത്. ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് അടക്കം എല്ലാ അതിഥികളും എത്തി ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് വെടിവയ്പുണ്ടാകുന്നത്. ഉടൻ തന്നെ സീക്രട്ട് സർവീസ് അമേരിക്കൻ പ്രസിഡന്റിനെ അടക്കമുള്ള VVIPകളെ അവിടെ നിന്ന് വളരെ വിദഗ്ധമായി മാറ്റുന്നു, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മേശയ്ക്കടിയിലേക്ക് ഒളിപ്പിച്ചുകൊണ്ടാണ് വെടിവയ്പ്പിൽ നിന്ന് കൂടുതൽ പരിക്കുകളും അല്ലെങ്കിൽ കൂടുതൽ ആൾനാശമോ ഉണ്ടാകാതെ രക്ഷപ്പെടുത്തിയത്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അക്രമിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രമിയെ ചോദ്യം ചെയ്തു വരികയാണ്. FBI ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം അന്വേഷിച്ചു വരികയുമാണ്. എന്തായാലും അക്രമികളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഡൊണാൾഡ് ട്രംപ് തന്നെ അല്പസമയത്തിന് ശേഷം പുറത്തുവിട്ടു. അതായത് ഒരു അമേരിക്കൻ പൗരൻ തന്നെയാണ്, കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു യുവാവാണ്, 31കാരനായ യുവാവാണ്, കോൾ തോമസ് അലനാണ് ഈ വെടിവയ്പ് നടത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് സീക്രട്ട് സർവീസിനെ ഈ അക്രമി ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും അടുത്തുവരെ എത്തിയതിൽ വളരെയധികം ഞെട്ടൽ ഉണ്ടായിരിക്കുകയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന സമയം കൂടിയാണ്. ഈ സമയത്ത് അദ്ദേഹം പങ്കെടുത്ത ഒരു പരിപാടി, ആ പരിപാടി നടക്കുന്ന ഹാളിൻ്റെ 45 മീറ്റർ അടുത്ത് വരെ അക്രമിക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഈ അക്രമിയുടെ കയ്യിൽ ഒരു തോക്ക് മാത്രമല്ല, നിരവധി ആയുധങ്ങൾ, ഹെവിലി ആംഡ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത്. നിരവധി ആയുധങ്ങളുമായിട്ടാണ് അക്രമി ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് അദ്ദേഹം ഒരു സുഖമില്ലാത്ത മനുഷ്യനായിരുന്നു, ഈ അക്രമി ഒരു സുഖമില്ലാത്ത മനുഷ്യനാണെന്നും ഇതിന് ഇറാൻ ലിങ്കുകളില്ല എന്നുമൊക്കെ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. എങ്കിൽ പോലും വളരെ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് വലിയ രീതിയിലുള്ള ഭീഷണി ഇപ്പോൾ നിലവിലുണ്ട്. അമേരിക്ക ഒരു വൻ യുദ്ധമുഖത്താണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെങ്കിലും ആ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഇറാനിൽ സൈനിക നടപടി ആരംഭിച്ചത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അവർ സൈനിക നടപടി ആരംഭിച്ചത്. ആ സൈനിക നടപടിയുടെ ആദ്യ ദിനത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടിരുന്നു. അതായത് ആക്രമണത്തെക്കുറിച്ച് ഇറാന് യാതൊരുവിധ സൂചനകളും നൽകാതെയായിരുന്നു ആക്രമണം നടത്തിയത്. ഇറാനെ തങ്ങൾ ആക്രമിക്കുമെന്ന് പലതവണ അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ അന്നൊരു ആക്രമണം നടത്തും എന്നാരും വിചാരിച്ചില്ല. ഇങ്ങനെയൊരു സർപ്രൈസ് നിലനിർത്താനായി അമേരിക്ക ആദ്യം ചെയ്തത് ഇറാന്റെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളതായിരുന്നു. സേനകളെ മുഴുവൻ വിന്യസിച്ച ശേഷം ഇറാന് ചുറ്റും അമേരിക്കൻ സൈന്യം വളഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഇറാന്റെ പ്രതിനിധികളെ അമേരിക്ക ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തുകയായിരുന്നു. ആദ്യം ഇസ്രായേലാണ് ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ തന്നെ ആദ്യ ദിവസം തന്നെ അയത്തുള്ള ഖമീനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇറാൻ അയത്തുള്ള ഖമീനിയുടെ പിൻഗാമിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധം പിന്നീട് തീർക്കുകയായിരുന്നു. അമേരിക്കയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഇറാൻ ആദ്യം ചെയ്തത് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അമേരിക്കൻ സേനാ വിന്യാസമുള്ള അല്ലെങ്കിൽ അമേരിക്കൻ സേനാ താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യം ഇറാൻ ആക്രമണം നടത്തിയത്. പിന്നീട് ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാൻ കൂടുതൽ സമ്മർദ്ദ തന്ത്രം പയറ്റി. പക്ഷേ എന്തായാലും യുദ്ധം 4-5 ആഴ്ച പിന്നിട്ടു. അതിനുശേഷം വെടിനിർത്തലുണ്ടായി. ഈ വെടിനിർത്തൽ ഏപ്രിൽ മാസം 22 വരെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിന് ഉള്ളിൽ തന്നെ ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിച്ച് സമാധാന കരാർ ഉണ്ടാകണം എന്ന് അമേരിക്ക നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ ഇടനില വഹിക്കുന്ന അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ മധ്യസ്ഥ
മധ്യസ്ഥം വഹിക്കുന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വെടിനിർത്തൽ വീണ്ടും അമേരിക്ക നീട്ടിയിരിക്കുകയാണ്. ഇതിനിടയിൽ ചർച്ചകൾ വഴിമുട്ടിയ ഒരു സാഹചര്യം പോലും ഉണ്ടായി. പാകിസ്ഥാൻ നേതൃത്വം നൽകി അല്ലെങ്കിൽ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നടത്തിയ ആദ്യഘട്ട ചർച്ചകൾ അലസിപ്പോയി. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് ആരും എത്താത്ത സാഹചര്യം പോലും ഉണ്ടായി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ നടത്തുന്ന ഉപരോധമാണ്. അമേരിക്ക ഇറാൻ തുറമുഖങ്ങളെ ഉപരോധിക്കുകയാണ്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ കടക്കാനോ ഇറാൻ തുറമുഖത്തിൽ നിന്നും കപ്പലുകൾ പുറത്തേക്ക് പോകാനോ അനുവദിക്കുന്നില്ല. ഇത് സാമ്പത്തികമായി ഇറാന്റെ നട്ടെല്ലൊടിക്കുകയാണ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയിൽ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ജീവന് വലിയ ഭീഷണിയുള്ള കാലഘട്ടമാണ് ഇത്. അയത്തുള്ള ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യും എന്ന് IRGC നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികാരത്തിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലും ഈ അക്രമിക്ക് എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വളരെ അടുത്തുവരെ, അതായത് 45 മീറ്റർ അടുത്തുവരെ എത്താൻ സാധിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് രണ്ടാം തവണയാണ് അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഇങ്ങനെയൊരു ആക്രമണം നടക്കുന്നത്. ആദ്യ ആക്രമണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴാണ് വലിയ നേരിട്ടുള്ള ഒരു ആക്രമണം പ്രസിഡന്റിന് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. തലയ്ക്ക് നേരെ ലക്ഷ്യം വെച്ച് വന്ന വെടിയുണ്ട ചെവിയിലൂടെ അല്ലെങ്കിൽ ചെവിക്ക് തൊട്ടരികിലൂടെ കടന്നു പോവുകയായിരുന്നു. ചെവിയിൽ ചെറിയ മുറിവുണ്ടായത് ഒഴിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റാണ്. മാത്രമല്ല ഇറാനെതിരെയുള്ള വലിയ യുദ്ധത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഭീഷണി വളരെ വലുതാണ്. ഈ അക്രമിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ അക്രമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇറാൻ ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക പരിശോധിക്കുന്നത്. സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് ഇറാന്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ വാജയാണ്. മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വാജ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇറാന്റെ ഇൻ്റലിജൻസ് ഏജൻസിയെയാണ് ഇപ്പോൾ അമേരിക്ക കാര്യമായും സംശയിക്കുന്നത്. അതിൻ്റെ കാരണം നെതന്യാഹുവിനെയും ഡൊണാൾഡ് ട്രംപിനെയും വകവരുത്താൻ ഞങ്ങൾ രഹസ്യ പടയാളികളെ അയക്കും എന്ന് നേരത്തെ തന്നെ ഇറാൻ വെളിപ്പെടുത്തിയിരുന്നതാണ്. അതായത് ഈ വധത്തിന്, അയത്തുള്ള ഖമേനിയുടെ വധത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്ന് നേരത്തെ തന്നെ IRGCയും അതുപോലെ തന്നെ ഇറാൻ ഭരണകൂടവും പ്രതിജ്ഞ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇറാൻ്റെ ഈ രഹസ്യാന്വേഷണ സംഘടനയെ ഭയപ്പെടുന്നത്. 1983 മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസ് എന്ന വാജയ്ക്ക് രൂപം നൽകുന്നത്. ഈ സംഘടന ഇറാൻ്റെ രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ, രഹസ്യ വിവരങ്ങൾ പുറം രാജ്യത്തു നിന്നും രാജ്യത്തിനകത്തു നിന്നുമൊക്കെ ശേഖരിക്കുന്ന ഏജൻസിയാണ്. രാജ്യത്ത് പുറത്ത് ഇറാൻ്റെ ചാരന്മാരെ നിയന്ത്രിക്കുന്നതെല്ലാം ഈ സംഘടനയാണ്. ഇറാൻ ചാരന്മാർ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടോ, അവരാണോ ഈ ആക്രമണത്തിന് പിന്നിലെന്നായിരിക്കും FBI പ്രാഥമികമായി പരിശോധിക്കുക. കാരണം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ അക്രമിയുടെ കയ്യിൽ മാരകമായ നിരവധി ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പരിപാടി നടക്കുന്ന ഹോട്ടലിൽ 2 ദിവസം മുമ്പ് തന്നെ ഈ അക്രമി മുറിയെടുത്ത് താമസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നും ഈ ആക്രമണം കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ടിരുന്നു എന്നും ഇപ്പോൾ FBI സംശയിക്കുകയാണ്. എന്തായാലും ഇറാന്റെ ഈ രഹസ്യാന്വേഷണ സംഘടന അല്ലെങ്കിൽ ചാരസംഘടന ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് നേരെ, അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഈ ഘട്ടത്തിൽ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധനയാണ്. അത് എത്രമാത്രം വിജയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന പരിശോധന. അതോടൊപ്പം തന്നെ ഈ 31കാരനായ കാലിഫോർണിയക്കാരന് ഇറാൻ ചാരസംഘടനയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന വിവരങ്ങൾ, ഇതെല്ലാമാണ് ഇപ്പോൾ അമേരിക്കയുടെ വിവിധ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിനോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ യാതൊരു പരിക്കും സംഭവിച്ചിട്ടില്ല. ഈ ആക്രമണം നിരവധി പേരുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരാക്രമണമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ അക്രമിയുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു തോക്ക് മാത്രമായിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആയുധങ്ങൾ ഒരുപക്ഷെ പ്രയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ നിരവധി പേർ കൊല്ലപ്പെടുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, മാത്രമല്ല ക്യാബിനറ്റ് അംഗങ്ങൾ, നിരവധി ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രമുഖർ, ഇവരെല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. വലിയ അപകടമാണ് ഒഴിഞ്ഞുപോയത്
ഉണ്ടായത്. അമേരിക്കയുടെ സുരക്ഷാ സൈന്യം വലിയ രീതിയിൽ ഈ ആക്രമിയെ വിദഗ്ധമായി കീഴ്പ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണുകയും ഈ പരിപാടി അടുത്ത 30 ദിവസത്തിനുള്ളിൽ വീണ്ടും നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അമേരിക്ക ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രസിഡന്റിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ആക്രമണത്തിന് ഇറാൻ ലിങ്കുകൾ ഉണ്ടോ, ഇറാന്റെ ഒരു ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അമേരിക്ക ഈ ഒരു സംഭവത്തെ ലഘൂകരിക്കുകയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് സാരമില്ല, ഇത് കാലിഫോർണിയക്കാരനായ ഒരു യുവാവിൻ്റെ പണിയാണ്, അയാൾക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ വരുന്നത്, സ്വാഭാവികമാണ്. കാരണം നല്ല കാര്യം ചെയ്യുന്നവർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇറാനുമായി ഈ ആക്രമണത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം പറയുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഭീഷണി നേരിടുന്നത് തീർച്ചയായും ഇറാൻ അനുകൂലികളിൽ നിന്നാണ്, ഇറാൻ്റെ IRGC എന്ന ഇറാൻ്റെ സൈന്യത്തിൽ നിന്നാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല, ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനിയെ കൊലപ്പെടുത്തിയതിൽ വളരെ കൃത്യമായ പങ്ക് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഒരു തിരിച്ചടിയാണോ എന്ന് കൃത്യമായി പരിശോധിക്കാനാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാലിഫോർണിയക്കാരനായ 31-കാരന് ഇറാൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസുമായോ അല്ലെങ്കിൽ IRGCയുടെ തന്നെ ഒരു ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്, അതുമായോ ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നായിരിക്കും ആദ്യം തന്നെ അന്വേഷിക്കുക. പക്ഷേ ഇത് സാധാരണ രീതിയിൽ അമേരിക്കയിൽ നിരവധി വെടിവെപ്പുകൾ നടക്കാറുണ്ട്. അത്തരത്തിലൊരു വെടിവെപ്പ് മാത്രമാണ് എന്ന് അമേരിക്കൻ ഭരണകൂടം പുറത്തു പറയുകയും ചെയ്യുന്നു.